സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞാണ്. മഞ്ഞക്കുറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ചെലവുള്ള കാര്യമാണ്. നമ്മൾ ഈ സിൽവർ ലൈനുമായി മുന്നോട്ട് പോയാൽ പ്രതിഷേധം കാണേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ സിൽവർ ലൈന് പണം കണ്ടെത്തേണ്ടി വരും. ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങോട്ട് ചെലവുള്ള കാര്യമല്ല, പണം ഇങ്ങോട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒപ്പിട്ടാൽ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നത് കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാരിന് ഒരു നിലപാടില്ല, നയമില്ല എന്നതിന്റെ തെളിവ് കൂടിയാകുന്നു. രണ്ട്, ആ ഘട്ടത്തിലാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വീടുകൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീടുകൾക്ക് പുറത്ത് കൊടുക്കേണ്ടി വരും, ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു, അതായത് സാധാരണക്കാരന് കൊടുക്കുന്ന വീടിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി ആരുടെയും, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേണ്ട, അത് അവന്റെ വീടാണെന്ന് അവൻ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു മാനസിക പ്രതീതി കൊടുക്കണമെന്ന മട്ടിൽ ആ ഫണ്ട് വാങ്ങാതെ ലൈഫിൽ വീടുകൾ കൊടുത്ത് ഇടത് സർക്കാർ ഇവിടെ നിൽക്കുമ്പോഴാണ് 800 കോടി രൂപ ലഭിക്കുമെന്ന മട്ടിൽ ഒരു ഒപ്പിടാൻ പോകുന്നത്. ആ ഒപ്പിടുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. പിന്നെ ആശ്വിക്ക് നേരത്തെ അതുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് വലുതാണ്. പിന്നെ ഇതൊരു വലിയ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഏത് പദ്ധതി, അതായത് 60-40 കോൺട്രിബ്യൂഷൻ, 60% പൈസ മാത്രമേ കേന്ദ്ര സർക്കാർ വരുള്ളൂ, 40% നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഒരു കെട്ടിടം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഒരു മൂത്രപ്പുര കെട്ടലോ മാത്രമല്ല PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസ്. അതിനപ്പുറത്തേക്ക് PMCയുടെ പ്രോസ്പെക്ട് കൃത്യമായി പറയുന്നുണ്ട്, വിഷൻ ആൻഡ് മിഷൻ ടു ഇംപ്ലിമെന്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ച നമ്മളുടെ ഒരുപാട് മൂല്യങ്ങൾ അപ്രസക്തമാക്കുന്ന രീതിയിൽ ആരാണോ ഭരിക്കുന്ന ആ ഭരണകൂടത്തിന് അനുസൃതമായി അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ നയങ്ങൾ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തടക്കം കൊണ്ടുവരാൻ സാധ്യതയുണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുമെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കണം. NEP-യിൽ നമുക്ക് തോന്നുന്ന പോലെ, ഈ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് പകരം സംസ്ഥാനത്തിന് കരിക്കത്തിൽ ഇടപെടാൻ അതിനിടയിൽ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഓൾറെഡി തന്നെ സർവകലാശാലത്തിൽ പലയിടങ്ങളിലും ഒരു സാധനം എല്ലായിടത്തും വിഴുങ്ങുന്ന ഘട്ടത്തിൽ അത് ഇവിടെയും കൂടി വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ സർക്കാരിന് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ സർക്കാർ ഇട്ട ഒപ്പാണ്, കഴിഞ്ഞ സർക്കാർ പോയ പോക്കാണെന്ന് പറയുന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇനിയെങ്കിലും സ്വന്തമായ നിലപാടും നയം ഈ സർക്കാരിന് ഉണ്ടാകട്ടെ.